മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മൈക്കും മാധ്യമവും കിട്ടിയാൽ എന്തും വിളിച്ചു പറയും. അത്ഭുതകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ബസ് ചീറിപ്പാഞ്ഞു വരുന്നു എന്ന് പറഞ്ഞിട്ട് മൈക്കിലൂടെ അദ്ദേഹം അവൻ്റെ പെർമിറ്റ് റദ്ദാക്കിയേക്കൂ എന്ന് മൈക്കിലൂടെ പറയുകയാണ്. ഒരു മന്ത്രിയുടെ മുന്നിലേക്ക് അമിത വേഗത്തിൽ ഒരു സ്വകാര്യ ബസ് ഓടിച്ചു വരാൻ എങ്ങനെ ധൈര്യമുണ്ടായി? അങ്ങനെ ധൈര്യമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം ഇന്നെഫക്റ്റീവായിട്ടുള്ള മന്ത്രിയുടെ ഗതാഗത വകുപ്പ് തന്നെയാണ്. മന്ത്രിയുടെ കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് വിഭാഗം സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവർ കൃത്യമായി അവരുടെ ചുമതല നിർവഹിച്ചിരുന്നു എങ്കിൽ മന്ത്രിക്ക് സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്വകാര്യ വാഹനം ഇത്രയും വേഗത്തിൽ ഓടിക്കുമായിരുന്നോ? അപ്പോൾ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയം മറച്ചു പിടിക്കാൻ ഞാനിതാ വില്ലാളി വീരനെ പോലെ ഇത് പുറത്താക്കുന്നു, പെർമിറ്റ് റദ്ദാക്കുന്നു എന്നെല്ലാം പറയുന്ന മന്ത്രിയുടെ നിലവാരം കുറഞ്ഞ നാടകങ്ങൾ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. കേരളത്തിൽ ഇദ്ദേഹമല്ലാതെ എല്ലാ മന്ത്രിമാരുമുണ്ട്. അവരെല്ലാവരും മൈക്കിൽ വന്നു നിന്നാണോ ഉത്തരവുകൾ ഇറക്കുന്നത്? മൈക്കിലൂടെയാണോ ഉത്തരവുകൾ ഇറക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾ എടുക്കാൻ മറ്റു മന്ത്രിമാരൊന്നും മുതിരുന്നില്ല എന്നാണോ? അവരും മുതിരുന്നുണ്ട്, അവരുടെ ഭാഗത്തുനിന്നും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര നടപടി എടുക്കുന്നില്ലേ? പക്ഷെ ഇതെന്ന് മാധ്യമങ്ങളും മൈക്കിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നാടകങ്ങളിലും സിനിമകളിലുമൊക്കെ നന്നായിരിക്കും. നമ്മൾ പല പോലീസ് ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിനിമകളുടെ തിരക്കഥയ്ക്ക് അത് യോജിച്ച് വരുന്നതായിരിക്കാം. പക്ഷേ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോലും വാഹനങ്ങൾക്ക് യഥേഷ്ടം അതിവേഗത്തിൽ ഓടിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ വേഗത നിയന്ത്രിക്കാനുള്ള എൻഫോഴ്സ്മെന്റ് വിഭാഗം സമ്പൂർണമായും പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിക്കാണ്. മന്ത്രി യഥാർത്ഥത്തിൽ മന്ത്രിയുടെ ശ്രദ്ധയെല്ലാം ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ കോടതി വിധി വന്നതോടുകൂടി മന്ത്രി പറഞ്ഞത് കോൺഗ്രസ് യൂണിയൻ പണം ചെലവാക്കി കോടതിയിൽ പോയി ഈ വിധി വാങ്ങിച്ചു, ഇത് നശിപ്പിക്കുകയാണ്, യാത്രക്കാരെ KSRTCയിൽ നിന്ന് അകറ്റുകയാണ്, ശമ്പളം കൊടുക്കാതിരിക്കാനുള്ള നടപടിയാണ്, ഇത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ് എന്ന് ശാപവാക്കുകൾ പറയുന്നത് പോലെയാണ് മന്ത്രി ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിസ്സാരമായ 2 കുപ്പി കണ്ടെടുത്തതിൻ്റെ പേരിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യുക, കോടതി വിധി വന്നപ്പോൾ കോൺഗ്രസ് യൂണിയനെ അധിക്ഷേപിക്കുക? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗമെന്ന് കോടതി പോലും കണ്ടെത്തിയ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കണ്ടേ? മന്ത്രിക്ക് സ്വേച്ഛാധിപത്യപരമായി എന്തും ചെയ്യാൻ ഉള്ള ഇടമാണോ ഇത്? ഈ ജനാധിപത്യ ഭരണകൂടം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? യഥാർത്ഥ വസ്തുത, മന്ത്രി ഞങ്ങളെ ചാരി കോടതി വിധിയെ വിമർശിക്കുകയായിരുന്നു. കോടതി വളരെ കൃത്യമായി ഇത് അധികാര ദുർവിനിയോഗമെന്നും മലീഷ്യസ് ആക്ട് എന്നുമെല്ലാം കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇത് KSRTCയെ നശിപ്പിക്കാനാണ് എന്ന് കോടതിയോട് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ട് മന്ത്രി യൂണിയനെ കുറ്റപ്പെടുത്തുകയാണ്. യൂണിയന്റെ ഭാഗം പറഞ്ഞാൽ KSRTCയുടെ പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികളെയും പിന്തുണയ്ക്കും. മന്ത്രി സ്വീകരിക്കുന്ന ഇത്തരം ഭ്രാന്തൻ നടപടികളെ ഞങ്ങൾക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. മന്ത്രി മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയുകയാണ്. ഇന്നലെ ഞങ്ങളുടെ യൂണിയനെതിരെ പറയുന്നു, നിയമസഭയിൽ എനിക്കെതിരെ മന്ത്രി പറഞ്ഞു. അടിസ്ഥാനരഹിതമായ കാര്യമാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും ഞങ്ങളെ വിമർശിക്കാൻ, വ്യക്തിപരമായി തന്നെ എന്നെ വിമർശിക്കാൻ മന്ത്രി മുതിരുകയായിരുന്നു.